ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EMRS എക്സാമിനേഷനും HSST ഹിസ്റ്ററി എക്സാമിനേഷനും +2 ഹിസ്റ്ററി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പോൾ അതിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവസാന ഭാഗത്തെ പാഠങ്ങളാണ് നമ്മൾ നോക്കുന്നത്. The famous ഐക്യ കേരള കോൺഫറൻസ് held at Thrissur 1947 under the leadership of K. Kelappan. The famous ഐക്യ കേരള കോൺഫറൻസ് held at Thrissur 1947 under the leadership of K. Kelappan. K. കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് പ്രസിദ്ധമായ ഐക്യ കേരള കോൺഫറൻസ് 1947 തൃശ്ശൂരിൽ വെച്ച് നടന്നിട്ടുള്ളത്. Who was the first Prime Minister of കൊച്ചി രാജപ്രജാ മണ്ഡൽ 1948? 1948 കൊച്ചി രാജ്യപ്രജാ മണ്ഡലിൻ്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. The first Prime Minister of കൊച്ചി രാജപ്രജാ മണ്ഡൽ ഓഫ് 1948 പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് കെ കേളപ്പൻ. ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ 1947 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ. 1.25 കോടി മലയാളികൾ റിട്ടൺ ബൈ EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ഐക്യ കേരള കോൺഫറൻസ് തൃശ്ശൂരിൽ വെച്ച് നടന്നത് 1947 കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ആദ്യത്തെ കൊച്ചി പ്രജാമണ്ഡൽ 1948 അതിൻ്റെ പ്രൈം മിനിസ്റ്റർ പനമ്പള്ളി ഗോവിന്ദമേനോൻ. The agitation demanding right to vote to the Sreemulam Assembly. The agitation demanding right to vote to the Sreemulam Assembly. നിവർത്തന അജിറ്റേഷൻ 1932 ശ്രീമൂലം അസംബ്ലിയിലേക്ക് നടന്ന വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരം, നിവർത്തന അജിറ്റേഷൻ 1932. കിഴരിയൂർ ബോംബ് കേസ് വാസ് കണക്റ്റഡ് വിത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. കിഴരിയൂർ ബോംബ് കേസ് ഈസ് കണക്റ്റഡ് വിത്ത് ഏതുമായിട്ടായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫൗണ്ടഡ് ബൈ പട്ടം താണുപിള്ള. ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫൗണ്ടഡ് ബൈ പട്ടം താണുപിള്ള. എന്നാൽ കൊച്ചി പ്രജാമണ്ഡൽ 1948 അതിൻ്റെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പനമ്പള്ളി ഗോവിന്ദമേനോൻ. ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫൗണ്ടഡ് ബൈ പട്ടം താണുപിള്ള. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ ഓൺ 1947 under the leadership of K. Kelappan. The first Prime Minister of Kochi Prajamandal 1948 പനമ്പള്ളി ഗോവിന്ദമേനോൻ. 1.25 കോടി മലയാളികൾ is written by EMS നമ്പൂതിരിപ്പാട്. ട്രാവങ്കൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫൗണ്ടഡ് ബൈ പട്ടം താണുപിള്ള. അജിറ്റേഷൻ ഡിമാൻഡിങ് റൈറ്റ് ടു വോട്ട് ദ ശ്രീമൂലം അസംബ്ലി. നിവർത്തന അജിറ്റേഷൻ 1932. നിവർത്തന അജിറ്റേഷൻ on 1932. The first Malayali president of the Indian National Congress, C. Shankaran Nair. The first Malayali president of Indian National Congress, C. Shankaran. The first Malayali president of the Indian National Congress, C. Shankaran Nair. C. Shankaran Nair became the president of the Indian National Congress at Amaravati Congress Section 1897. Amaravati Congress Session on
1897 അമരാവതി കോൺഗ്രസ്സിലാണ് സി ശങ്കരൻ നായർ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി മാറിയത്. അതായത് ആദ്യത്തെ മലയാളി പ്രസിഡന്റായിട്ട് മാറിയത് സി ശങ്കരൻ നായർ 1897 അമരാവതി കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട്. വേഴ്സ് ഇൻസിഡൻറ്റ് ഒക്കേർഡ് ഡ്യൂറിങ് ദ മലബാർ റെബല്യൻ. മലബാർ റെബല്യൻ്റെ സമയത്തുള്ള ഏറ്റവും ശോചനീയമായ അല്ലെങ്കിൽ ഏറ്റവും ദാരുണമായ സംഭവം വാഗൺ ട്രാജഡി. സാൾട്ട് സത്യാഗ്രഹ അറ്റ് പയ്യന്നൂർ ഇൻ കേരള ലെഡ് ബൈ കെ കേളപ്പൻ. കേരളത്തിലെ പയ്യന്നൂർ വെച്ചിട്ട് സാൾട്ട് സത്യാഗ്രഹ നടത്തിയത് കെ കേളപ്പൻ. അപ്പോൾ കെ കേളപ്പനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് പഠിച്ചത് ദ ഫേമസ് ഐക്യ കേരള കോൺഫറൻസ് ഹെൽഡ് അറ്റ് തൃശ്ശൂർ in 1947 under the leadership of K. Kelappan. The temple entry proclamation issued by the Travancore ruler. ഏത് റൂളറാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. In which year? 1936. പാലിയം സത്യാഗ്രഹ വാസ് ലോഞ്ച്ഡ് ഇൻ 1947 ബൈ സി കേശവൻ. അപ്പോൾ സി കേശവന് ആയിട്ട് ബന്ധപ്പെട്ട 3 ആൻസേഴ്സ്. അതായത് ഒന്ന്, ഫസ്റ്റ് മലയാളി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സി കേശവൻ അറ്റ് അമരാവതി സെഷൻ 1897. പാലിയൻ സത്യാഗ്രഹ ലോഞ്ച്ഡ് 1947. ആരായിരുന്നു? സി കേശവൻ. 1947 പാലിയൻ സത്യാഗ്രഹ നടത്തിയത് സി കേശവൻ്റെ നേതൃത്വത്തിലാണ്. ഹൂ സ്റ്റാർഡ് ഫസ്റ്റ് ആൻഡ് ടു ഡെത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ ഡ്യൂറിങ് ഗുരുവായൂർ സത്യാഗ്രഹ. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് മരണം വരെയുള്ള നിരാഹാരം അനുവർത്തിച്ചത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. അദ്ദേഹം തന്നെയാണ് കേരളത്തിൽ സാൾട്ട് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം തന്നെയാണ് ഐക്യ കേരള കോൺഫറൻസ് തൃശ്ശൂരിൽ 1947 നടന്നപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തത്. ഗാന്ധിജി കോൾഡ് ഇറ്റ് ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്. ആധുനിക കാലത്തെ മിറാക്കിൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസ് 1920 presided over ആനി ബസന്റ്. മഞ്ചേരി പൊളിറ്റിക്കൽ കോൺഫറൻസ് 1920 മഞ്ചേരിയിൽ നടന്ന പൊളിറ്റിക്കൽ കോൺഫറൻസിന് പ്രിസൈഡ് ചെയ്തത് ആനി ബസന്റ്. ദ ഫസ്റ്റ് സ്വദേശി പ്രിൻറ്റിംഗ് പ്രസ് അറ്റ് മാനാനം ഇൻ കോട്ടയം സ്റ്റാർട്ടഡ് ബൈ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. The first Swadeshi printing press at Mananam in Kottayam started by Mar Kuryakos Elias Chavara, who was appointed the British to enquire agrarian problems of Malabar. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ബ്രിട്ടീഷുകാരൻ ആരായിരുന്നു? വില്യം ലോഗനാണ്. നെക്സ്റ്റ്, ദ അജിറ്റേഷൻ ഇൻ ട്രാവങ്കൂർ ഫോർ ദ റൈറ്റ് ഓഫ് വുമൺ ടു വിയർ മേൽമുണ്ട് സമരം ഏതാണ്? ചാനാർ അജിറ്റേഷൻ. ദ റോയൽ പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ടു അബോളിഷ് ദ റെസ്ട്രിക്ഷൻ ഓൺ ഡ്രസ് ഓൺ ജൂലൈ 26, 1859. അതായത് ഡ്രസ്സിൻ്റെ മേലുള്ള റെസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യുന്ന റോയൽ പ്രൊക്ലമേഷൻ ഏത് വർഷം? 1859 ജൂലൈ 26 നിലവിൽ വന്നത്. ദ സവർണജാഥ ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. ഫാദർ ഓഫ് കേരള റിനൈസൻസ് ശ്രീനാരായണഗുരു കോൺസിക്രേറ്റഡ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഓൺ 1888. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. ഹു ഓർഗനൈസ്ഡ് കല്ലുമാല അജിറ്റേഷൻ? അയ്യങ്കാളി. ചാനാർ ലഹള മേൽമുണ്ട് ലഹള എന്നറിയപ്പെടുന്നു. അത് വുമൺ, അതായത് സ്ത്രീകളുടെ മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയുള്ളതാണ്.
കല്ലുമാല അജിറ്റേഷൻ നടത്തിയത് അയ്യങ്കാളിയാണ്. ഹൂ സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ മുസ്ലിം, ദീപിക ആൻഡ് സ്വദേശാഭിമാനി? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ ലൈക്ക് മുസ്ലിം, ദീപിക ആൻഡ് സ്വദേശാഭിമാനി. ദ മലയാളം സ്ക്രിപ്റ്റ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ ദ ബുക്ക് ഏതിലാണ്? ഹോത്തോസ് മലബാറിക്കസിലാണ് ആദ്യമായിട്ട് മലയാള ഭാഷയിൽ എഴുത്തുകൾ ഉണ്ടായിരുന്നത്. പഴശ്ശി വാസ് കിൽഡ് അറ്റ് മാവിലത്തോട് ഇൻ വയനാട് 30th November 1805. 30th November 1805. 1805 November 30 പഴശ്ശി മാവിലത്തോട്, വയനാട്ടിലെ മാവിലത്തോട് വെച്ച് കൊല്ലപ്പെട്ടു. Then the Kuricha revolt was started in 1812. Who was the leader of Kuricha revolt? Ramanambi. Ramanambi was the leader of Kuricha revolt. The Malayalam script first used in the book Hortus Malabaricus. First school in Kochi was started by Devadas in Mattancherry 1880. 1818 മട്ടാഞ്ചേരിയിൽ ദേവസൻ ആദ്യത്തെ സ്കൂള് കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടു. Who introduced free and compulsory education system in Travancore 1870? 1817 ഫ്രീ ആൻഡ് കമ്പൽസറി സിസ്റ്റം ആരാണ് തിരുവിതാംകൂറിൽ നടപ്പിൽ വരുത്തിയത്? ഗൗരി പാർവതി ഭായ്. ഗൗരി പാർവതി ഭായ്. ഹെർമൻ ഗുണ്ടർട്ട് started 2 Malayalam newspapers in 1847. 1847 ഹെർമൻ ഗുണ്ടർട്ട് 2 മലയാളം ന്യൂസ് പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. രാജ്യസമാചാരം ആൻഡ് പശ്ചിമോദയം. രാജ്യസമാചാരം ആൻഡ് പശ്ചിമോദയം. ബെഞ്ചമിൻ ബെയ്ലി ഓഫ് CMS പബ്ലിഷ്ഡ് ആൻ ഇംഗ്ലീഷ് മലയാളം ലെക്സിക്കോൺ ഇൻ 1846. ബെഞ്ചമിൻ ബെയ്ലി ഓഫ് CMS published an English Malayalam lexicon on 1846. Who prepared the first lexicon and grammar work in Malayalam? മലയാളത്തിലുള്ള ആദ്യത്തെ ഗ്രാമർ വർക്ക് അതുപോലെ ലെക്സിക്കോൺ ആരാണ്? ആർണോസ് പാതിരി. അപ്പോൾ ഇതുവരെയെല്ലാം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. The famous Aikyya Kerala conference held at Thrissur 1947 under the leadership of K. Kelappan. K. Kelappanuമായിട്ട് ബന്ധപ്പെട്ട മറ്റു ക്വസ്റ്റ്യൻ. സാൾട്ട് സത്യാഗ്രഹ at Payyanur in Kerala led by K. Kelappan. Who started fast unto death in front of the temple during the Guruvayur Satyagraha? K. Kelappan. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിഴിരിയൂർ ബോംബ് കേസ് കണക്റ്റഡ് വിത്ത് ദ മൂവ്മെൻറ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഹു വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് കൊച്ചി പ്രജാസഭ അല്ലെങ്കിൽ കൊച്ചി പ്രജാ മണ്ഡൽ? 1948 പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അജിറ്റേഷൻ ഡിമാൻഡിങ് റൈറ്റ് ടു വോട്ട് ടു ദ ശ്രീമൂലം അസംബ്ലി. എന്ത് അജിറ്റേഷനാണ്? നിവർത്തന അജിറ്റേഷൻ 1932. നിവർത്തന പ്രക്ഷോഭം 1932. നിവർത്തന പ്രക്ഷോഭം 1932. The temple entry proclamation issued by Travancore ruler Sri Chitira Tirunal Balaramarama. Temple entry proclamation issued by Travancore ruler Sri Chitira Tirunal Balaramarama on 1936. Gandhiji called it as a miracle of modern times. Temple entry proclamation. First Malayali president of Indian National Congress C. Shankaran Nair. C.
C. Shankaran Nair, first Malayali President of Indian National Congress, C. Shankaran Nair. The agitation demanding right to vote to the Srimulam Assembly, Nivartana Agitation 1932. The first All Kerala Political Conference held at Ottapalam in 1921 presided over T. Prakasham. The first All Kerala Political Conference held at Ottapalam 1921 presided over T.K. Prakasham. Manjeri Political Conference 1920 presided over Annie Besant. The first All Kerala Political Conference held at Ottapalam in 1921 presided over T. Prakasham. T. Prakasham. Manjeril Annie Besant. എന്നാൽ All Kerala T. Prakasham. The agitation in Travancore for the right of women to wear melmundu, Chanar agitation. Veluthambi issued the famous Kundra proclamation on 11th January 1809. 11th January 1809 Kundra proclamation. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. 1812 കുറിച്യ റിവോൾട്ട്. അതിൻ്റെ ലീഡർ രാമനമ്പി ആയിരുന്നു. ശ്രീനാരായണഗുരു കോൺസെക്രേറ്റഡ് അരുവിപുറം ശിവപ്രതിഷ്ഠ 1888. Who started newspaper Muslim Deepika and Swadeshabhimani? Vakam Abdul Qadir Maulavi. Who organized Kallumala agitation? Ayyangali. Who introduced a free and compulsory education system in Travancore 1817? Gauri Parvati Bai. കൊച്ചിയിലെ ആദ്യത്തെ സ്കൂൾ ആരാണ് സ്ഥാപിച്ചത്? ദേവസൺ ആണ്. എവിടെ? മട്ടാഞ്ചേരി. ഏത് വർഷം? 1818. ബെഞ്ചമിൻ ബെയ്ലി ഓഫ് CMS പബ്ലിഷ്ഡ് ആൻ ഇംഗ്ലീഷ് മലയാളം ലെക്സിക്കോൺ. ഇംഗ്ലീഷ് മലയാളം ലെക്സിക്കോൺ ആദ്യമായിട്ട് ബെഞ്ചമിൻ ബെയ്ലി പബ്ലിഷ് ചെയ്തു 1846. 1846 ബെഞ്ചമിൻ ബെയ്ലി CMSലെ മിഷണറിയുടെ ഭാഗമായുള്ള ബെഞ്ചമിൻ ബെയ്ലി 1846 പബ്ലിഷ് ചെയ്തു. ആദ്യത്തെ ലെക്സിക്കോൺ ആൻഡ് ഗ്രാമർ വർക്ക് ഇൻ മലയാളം ആർണോസ് പാതിരി. The royal proclamation was issued to abolish the restriction on dress. ഡ്രസ്സിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്തുള്ള പ്രൊക്ലമേഷൻ 1859 ജൂലൈ 26. 1859 ജൂലൈ 26 നടന്നു. ദ ഫസ്റ്റ് സ്വദേശാഭിമാനി പ്രിൻറ്റിംഗ് പ്രസ് അറ്റ് മാനാനം കോട്ടയം സ്റ്റാർട്ടഡ് ബൈ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സവർണ ജാഥ ഓർഗനൈസ്ഡ് ബൈ മന്നത്ത് പത്മനാഭൻ. The Palayam Satyagraha was launched in 1947. C. Keshavan. First Malayali President of Indian National Congress, C. Shankaran Nair. എന്നാൽ പാലയം സത്യാഗ്രഹ was launched in 1947. C. Keshavan. C. Shankaran Nair became the President of Indian National Congress. അമരാവതി 1897 അമരാവതി ഇന്റർനാഷണൽ കോൺഗ്രസ് സെഷനിലാണ് സി ശങ്കരൻ നായർ പ്രസിഡൻ്റായിട്ട് മാറിയത്. പാലയം സത്യാഗ്രഹം നടത്തിയത് നമ്മുടെ സി കേശവനാണ്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936. അപ്പം നമ്മൾ 3 പ്രൊക്ലമേഷനെ കുറിച്ച് പറഞ്ഞു. 1809 വേലുത്തമ്പിയുടെ വിളംബരം പ്രൊക്ലമേഷൻ കുണ്ടറ വിളംബരം 1809 ജനുവരി 11. 1809 ജനുവരി 11. ഇനി
1859 ജൂലൈ 26 റോയൽ പ്രൊക്ലമേഷൻ എഗെയിൻസ്റ്റ് എന്തിനാണ് അബോളിഷൻ ഫോർ അബോളിഷൻ ഓഫ് റെസ്ട്രിക്ഷൻ ഓഫ് ഡ്രസ്സ്. 1859 ജൂലൈ 26. മറ്റൊരു പ്രൊക്ലമേഷൻ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനാണ് 1936. അപ്പോൾ 1809, 1859, 1936 ഇതാണ് വർഷങ്ങൾ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.